ആശംസകളും അതോടൊപ്പം തന്നെ കോടതി വിധിയെക്കുറിച്ചുള്ള വിലയിരുത്തലുമായി കേരള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ ജ്ഞാനായ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ ജോയിൻറ്റ് സെക്രട്ടറിയും സമുദായ സ്നേഹിയും സുത്യർഹമായ സാമൂഹ്യ സേവനത്തിന് അൽമായർക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ബഹുമതികളിലൊന്നായ പ്രോ എക്സലൻസിയ പ്രൊഫിൻസ് എന്ന അവാർഡ് പോപ്പ് ജോൺ പോപ്പിൾ രണ്ടാമൽ മാപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശ്രീമതി സെലിൻ ചേരാത്ത് പുറയമ്പള്ളിയിൽ PC മാത്യുവിൻ്റെയും EL ഏലിക്കുട്ടിയുടെയും മകളാണ്. ഇപ്പോൾ കാനഡയിൽ താമസിക്കുന്നു. ആശംസകളോടൊപ്പം തന്നെ കേസിൻ്റെ വിധിയെക്കുറിച്ച് 2 വാക്ക് പറയുന്നതിന് വേണ്ടി ശ്രീമതി സെലിൻ ചേരാത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് ഒരു ശകലം തെറ്റിപ്പോയി. ആ പറഞ്ഞ അവാർഡൊക്കെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയതാണ്, എനിക്ക് കിട്ടിയതല്ല. എൻ്റെ മാതാപിതാക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാരമില്ല. പിന്നെ സ്റ്റേജിലിരിക്കുന്ന ജ്ഞാനായ സമുദായ സ്നേഹികൾക്ക് എൻ്റെ നമസ്കാരം. സമയപരിധി കൊണ്ടും പറയാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റുകൾ വിട്ടുപോകരുതെന്ന് ഉള്ളതുകൊണ്ടും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാനാട്ട് ബേബി സാറിൻ്റെ പോലെ തീപ്പൊരി പ്രസംഗമൊന്നും ആയിരിക്കത്തില്ല. ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇവിടെ ഇരിക്കുന്നവരിലും ലോകമെമ്പാടുമുള്ള ജ്ഞാനായ കത്തോലിക്കരിലും ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് നമ്മുടെ ജ്ഞാനായ സമുദായത്തിൻ്റേത് മാത്രമാണെന്ന് നമ്മൾ കരുതുന്ന കോട്ടയം രൂപതയ്ക്ക് എതിരെ നടക്കുന്ന നവീകരണ സമിതിയുടെ കേസിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കാം, മറ്റൊരു ചിലർക്ക് കേട്ടറിവുണ്ടായിരിക്കാം, കുറച്ചു പേർ കഥയറിയാതെ ആട്ടം കാണുന്നവരുമായിരിക്കാം. എന്തായാലും ഇത് ലോകമെമ്പാടുമുള്ള ജ്ഞാനായ കത്തോലിക്കരിൽ ചില വസ്തുതകളെ അറിയാതെയുള്ള തർക്കങ്ങൾക്കും അടിസ്ഥാനരഹിതമായ വാദങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും കലഹങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്നത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ്. ഞാൻ ഒരു ജ്ഞാനാക്കാരി എന്ന നിലയിലും ഇവിടെ പറഞ്ഞതുപോലെ കോട്ടയം അതിരൂപത അംഗങ്ങളും, അന്ന് രൂപതയായിരുന്നു, രൂപത അംഗങ്ങളും സമുദായ സ്നേഹികളുമായിരുന്ന മാതാപിതാക്കളുടെ മക്കൾ എന്ന നിലയിലും, പിന്നെ നമ്മുടെ ജ്ഞാനായ സമുദായത്തിലെ സ്കോളേഴ്സായ കൊല്ലാപ്പറമ്പിൽ അച്ഛനും വെള്ളിയാനച്ഛനും ആയി ചേർന്ന് ഇൻട്രൊഡക്ഷൻ ടു കേരള സ്റ്റഡീസ് എന്ന ഒരു റെഫറൻസ് ബുക്കിൽ ഹിസ്റ്ററി ഓഫ് ജ്ഞാനായ ക്രിസ്ത്യൻസ് ഇൻ കേരള എന്ന ഒരു ചാപ്റ്ററിൻ്റെ എഡിറ്ററായ ഒരു വ്യക്തി എന്ന നിലയിലും ഇവിടെ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കേസിനെയും നമ്മുടെ സമുദായത്തെയും കുറിച്ച് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, ഇതിൽ ചിലതൊക്കെ ബേബി സാർ പറഞ്ഞതിൻ്റെ റെപ്യൂട്ടേഷൻ ആയിരിക്കാം, പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് വീണ്ടും ഞാൻ പറയുകയാണ്. ഇത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ എഗ്രി ചെയ്തതായിരിക്കാം, അല്ലാതെ എതിരഭിപ്രായമുള്ളതുമായിരിക്കാം. ഇതിലെന്തെങ്കിലും ശരിയായവ അല്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് തിരുത്താവുന്നതാണ്. കൂടുതൽ വ്യക്തതയ്ക്കും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ് നവീകരണ സമിതി കേസ്? അതിന് ആദ്യമായിട്ട് ആരാണ് കോട്ടയം അതിരൂപത അംഗങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഈ കോട്ടയം അതിരൂപതയുടെ നിയമസംഹിതയുടെ പല നെഗറ്റീവ് കാര്യങ്ങളും ഇവിടെ പലരും പറയുകയും ചെയ്തു. അതാണ് കൂടുതലും പുറത്തോട്ട് അറിയുന്നത്. പക്ഷെ ഞാൻ വായിച്ചപ്പം ഒരു വളരെ റിലവൻ്റ് ആയിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഖണ്ഡിക ഞാൻ കണ്ടു. അത് ഞാനിവിടെ വായിക്കാം. ആരാണ് കോട്ടയം അതിരൂപത അംഗങ്ങൾ എന്നുള്ളത്? അതിരൂപത അംഗങ്ങൾ AD 345 കുടിയേറ്റ കാലം മുതൽ ജ്ഞാനായ പൂർവികരിൽ നിന്നും തുടങ്ങി തലമുറകളായി ജ്ഞാനായ സ്ത്രീ പുരുഷന്മാർക്ക് സ്വവംശ വിവാഹ ബന്ധത്തിലൂടെ ജനിച്ചിട്ടുള്ളവരാണ് ജ്ഞാനായക്കാർ. സമുദായ കൂട്ടായ്മയിൽ അംഗമാവുകയും മാമോദീസ സ്വീകരണം വഴി മാതാപിതാക്കൾ അംഗമായിരിക്കുന്ന സ്വയം അധികാര സഭയിലും സഭാഘടകത്തിലും പങ്കാളിത്തം ലഭിക്കുകയും ചെയ്തിട്ടുള്ള ജ്ഞാനായ കത്തോലിക്കരാണ് കോട്ടയം അതിരൂപത അംഗങ്ങൾ. ജ്ഞാനായ പുരുഷൻ ജ്ഞാനായ സ്ത്രീയെ വിവാഹം ചെയ്യണമെന്നാണ് സ്വീകാര്യമായ പാരമ്പര്യം. ഈ പാരമ്പര്യം ലംഘിച്ച് ജ്ഞാനായ പുരുഷനോ സ്ത്രീയോ ഇതര സമുദായത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിച്ചാൽ അപ്രകാരമുണ്ടാകുന്ന കുടുംബം ജ്ഞാനായ സമുദായത്തിൽ ആയിരിക്കുകയില്ല. ജ്ഞാനായ ഏതര സഭാ സമൂഹത്തിലായിരിക്കും നിലനിൽക്കുക. സമുദായത്തിൽ നിന്നല്ലാതെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വ്യക്തി
ക്നാനായ അതിരൂപത അധികാരിയിൽ നിന്ന് അനുവാദം വാങ്ങി ക്നാനായേതര രൂപതയിലും ഇടവകയിലും അംഗമാവുക എന്നതാണ് പ്രായോഗികമായി സ്വീകരിച്ചു പോരുന്ന നടപടിക്രമം. ആ വിവാഹം നിലനിൽക്കുന്നിടത്തോളം കാലം ക്നാനായേതര ഇടവകയിൽ അംഗമായി തുടരും. മരണം വഴിയോ മറ്റു വിധത്തിലോ ഈ വിവാഹബന്ധം കാനോനികമായി ഇല്ലാതായാൽ ക്നാനായ വ്യക്തിക്ക് മറ്റു പ്രതിസന്ധികളില്ലെങ്കിൽ അതിരൂപത അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി ക്നാനായ സമൂഹത്തിൽ വീണ്ടും അംഗമാകാം. ഇത് കോട്ടയം അതിരൂപതയുടെ നിയമസംഹിതയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഇനി ഞാൻ മനസ്സിലാക്കിയ കേസിൻ്റെ പശ്ചാത്തലം ഞാൻ മനസ്സിലാക്കിയത് USA ക്നാനായ സമുദായത്തിൽ നിന്നും മാറിക്കെട്ടിയവരുടെ ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ് കാന അഥവാ KANA, ക്നാനായ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക. 1983 ചിക്കാഗോയിൽ ക്നാനായ മിഷനും ആത്മായ സംഘടനയും തുടങ്ങിയപ്പോൾ മുതൽ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പതിവായിരുന്നു. സമാനമായ ഒരു സംഘടന 2014 വരെ കേരളത്തിൽ ഇല്ലായിരുന്നു. 2014 കോട്ടയം രൂപത മെത്രാനായ മാത്യു മൂലക്കാട്ടും സീറോ മലബാർ ചർച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരിയും സീറോ മലബാർ ചിക്കാഗോ മെത്രാനായ മാർ അങ്ങാടിയത്ത് കൂടി ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് ഉണ്ടാക്കി. മെയിൻലി ടു ഓർഗനൈസ് ദ പാസ്റ്ററൽ ആൻഡ് ക്നാനായ കാത്തലിക്സ് വൈൽ പ്രിസർവിംഗ് ദെയർ ക്നാനായ കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി ആൻഡ് സ്പിരിച്വൽ നീഡ്സ്. ഇതിലെ ഒരു ക്ലോസിലാണ് വിവാദപരവും അപകടകരവുമായ ഒരു പരാമർശം വന്നത്. ജന്മം കൊണ്ട് ക്നാനായക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു ക്നാനായ അല്ലാത്ത വ്യക്തിയെ വിവാഹം ചെയ്താലും തൻ്റെ ക്നാനായ ഇടവക മിഷനുകളിൽ തുടരാമെന്നും അങ്ങനെ കെട്ടുന്ന പങ്കാളിക്കും അവർക്കുണ്ടാകുന്ന കുട്ടികളും ക്നാനായേതര നോൺ ക്നാനായ സീറോ മലബാർ ഇടവക അല്ലെങ്കിൽ മിഷനുകളിൽ തുടരുകയോ ചേരുകയോ ചെയ്യണം എന്നുള്ളത്. സഭയുടെ ഏറ്റവും ചെറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കുടുംബം എന്ന ഘടകത്തെ സഭാപരമായി ശിഥിലമാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നമ്മുടെ ക്നാനായ പാരമ്പര്യത്തിന് വിരുദ്ധമായ നടപടികൾ ഭാവിയിൽ ഉണ്ടാകാം എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആൾക്കാർ അന്നു തന്നെ ഇതിനെ എതിർത്തിരുന്നു. ഈ ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതിന് ശേഷം ക്നാനായ കാത്തലിക് നവീകരണ സമിതി KCNS എന്ന പേരിൽ ക്നാനായ സമുദായത്തിൽ നിന്ന് മാറിക്കെട്ടിയവരുടെ ഒരു സംഘടന കോട്ടയത്ത് ആരംഭിക്കുകയും അവർ 2015 ട്രൈ പാർട്ടി എഗ്രിമെൻറ്റിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് മാറിക്കെട്ടിയവരുടെ ക്നാനായക്കാരല്ലാത്ത പങ്കാളിക്കും കുട്ടികൾക്കും കൂടി കോട്ടയം അതിരൂപതയിലുള്ള ഇടവകകളിൽ അംഗങ്ങളാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കേസ് കോട്ടയം സബ് കോർട്ടിൽ ഫയൽ ചെയ്തു. ഇതിൽ പ്രതികളായത് ആർച്ച് ബിഷപ്പ് ഓഫ് കോട്ടയം മാർ മാത്യു മൂലക്കാട്ട്, ആർക്കിപ്പാർക്കി ഓഫ് കോട്ടയം അതായത് കോട്ടയം അതിരൂപത, മേജർ ആർച്ച് ബിഷപ്പ് ഓഫ് സീറോ മലബാർ മാർ ആലഞ്ചേരി, സിനഡ് ഓഫ് ബിഷപ്പ് സീറോ മലബാർ, കോൺഗ്രിഗേഷൻ ഫോർ ഓറിയൻ്റൽ ചർച്ചസ്, കോൺഗ്രിഗേഷൻ ഫോർ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്. പിന്നെ ജൂൺ 2018 KCCയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന സ്റ്റീഫൻ ജോർജിനെ കൂടി അഡീഷണൽ പ്രതിയായി ചേർക്കപ്പെട്ടു. കോട്ടയം അതിരൂപതയുടെ അൽമായ സംഘടനയായ KCC കൊടുത്ത അഫിഡവിറ്റ് ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ച ഡോക്യുമെൻസുകൾ പലതും നമുക്കെതിരായി. 2021 ക്നാനായ സമുദായത്തിനെതിരായ കോടതി വിധി വന്നു. കോട്ടയം രൂപത കീഴ്ക്കോടതിയിൽ കേസ് തോറ്റു. പിന്നെ ഡിസ്ട്രിക്ട് കോർട്ടിലും ഹൈക്കോർട്ടിലും അപ്പീലിന് പോയെങ്കിലും പല സംഘടനകളും മറ്റു ചില വ്യക്തികളും കേസിൽ കക്ഷി ചേർന്നെങ്കിലും കീഴ്ക്കോടതിയിൽ കൊടുത്ത ദുർബലമായ തെളിവുകളുടെയും ലാഘവമായ വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ വീണ്ടും കേസുകൾ തോൽക്കുകയാണ് ഉണ്ടായത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ബേബി സാറ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. പിന്നെ ഒരു കോടതി വിധി പ്രധാനമായും 3 കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. വാദിയും പ്രതിയും കോടതിയിൽ സമർപ്പിക്കുന്ന തെളിവുകൾ, വാദിയും പ്രതിയും ഹാജരാക്കുന്ന സാക്ഷികൾ പറയുന്ന മൊഴികൾ,
വാദിക്കും പ്രതിക്കും വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ നടത്തുന്ന വാദപ്രതിവാദങ്ങൾ. എൻ്റെ അറിവിൽ ഈ 3 കോടതിയിലും കോട്ടയം അതിരൂപതയ്ക്ക് എതിരായ വിധി വരുവാനുള്ള കാരണങ്ങൾ: 1, കേസിന് തുടക്കം കുറിച്ച ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് 2017 വത്തിക്കാൻ, അതായത് ഹോളി സീ റദ്ദു ചെയ്തു അഥവാ ഇൻവാലിഡ് ആക്കിയെന്ന് കോടതിയിൽ സമർത്ഥിക്കാൻ സാധിച്ചില്ല. 2, കോട്ടയം അതിരൂപത അംഗങ്ങളെപ്പറ്റി അതിരൂപത നിയമസംഹിതയിൽ തന്നെയുള്ള കാര്യങ്ങൾ, അത് ഞാനിപ്പോൾ വായിച്ചതാണ്, അത് പറഞ്ഞ് സമുദായ നിലപാടുകൾക്ക് കാനോനികമായ ന്യായീകരണങ്ങൾ കോടതിയിൽ നൽകുന്നതിൽ പരാജയപ്പെട്ടു. മൂന്നാമത്തത്, ആരാണ് ക്നാനായക്കാർ എന്നതിൽ വൈരുദ്ധ്യമുള്ള നിർവചനങ്ങൾ നൽകി. 4, ക്നാനായ സമുദായത്തിൻ്റെ പരമ്പരാഗതമായ നിർവചനത്തെ സാധൂകരിക്കുന്ന ചരിത്ര രേഖകൾ സമർപ്പിക്കുന്നതിൽ പിഴവുകൾ വന്നു. 5, KCC കൊടുത്ത അഫിഡവിറ്റ് പിഴവുകൾ തിരുത്താൻ സാധിച്ചില്ല. 6, 1906 ട്രാവൻകൂർ മാനുവൽ ഒറിജിനൽ എഡിഷന് പകരം 1940 ട്രാവൻകൂർ മാനുവൽ റിവൈസ് എഡിഷനിലെ ആധാരമാക്കി അതിരൂപത മുഖപത്രമായ അപ്നാദേശിൽ വന്ന ക്നായിത്തോമയെക്കുറിച്ചുള്ള പഴയകാല കിംവദന്തിയുടെ പരാമർശം കോടതിയിൽ തെളിവായി വന്നു. 7, കോട്ടയം രൂപതയ്ക്ക് ക്നാനായ വ്യക്തികളുടെ മേൽ പേഴ്സണൽ ജുറിഡിക്ഷൻ മാത്രമാണ് അധികാരപരിധിയുള്ളത്, ക്നാനായക്കാരല്ലാത്ത പങ്കാളികളുടെ മേലല്ല എന്ന വസ്തുത കോടതിയിൽ സമർത്ഥിച്ചു വിജയിക്കാൻ സാധിച്ചില്ല. ഏകീകൃതവും അഭിപ്രായ സമന്വയതയുമുള്ള ഒരു ലീഗൽ സ്ട്രാറ്റജി നടപ്പാക്കിയില്ല. അത് 8ാമത്തെ പോയിൻ്റ് ഞാൻ കണ്ടത്. എന്നാൽ എതിർകക്ഷിയായ നവീകരണ സമിതി ശക്തമായ തെളിവുകൾ നൽകിയും വാദിച്ചും അവർക്ക് വേണ്ട രീതിയിൽ കേസ് വിജയിച്ചു. 17 നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ സമുദായത്തിലെ അംഗങ്ങളായ നമ്മുടെയൊക്കെ വീടുകളിൽ മാറിക്കെട്ടിയവരുണ്ടാകും. സമുദായ മൂല്യങ്ങൾക്ക് കോട്ടം തട്ടാതെ തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ആ ബന്ധങ്ങളൊക്കെ നാം തുടർന്നു പോകുന്നുണ്ട്. ഒരു വശത്ത് ക്നാനായ സമുദായത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും ആചാരങ്ങളും സംരക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന ചിലർ, മറുവശത്ത് ഇതിൻ്റെ ചരിത്രവും മൂല്യങ്ങളും തുടരുന്നത് വലിയ കാര്യമല്ലെന്ന് വിശ്വസിക്കുന്നവർ, പിന്നെ അവസരങ്ങൾ കൊടുത്ത് അഭിപ്രായവും നിലപാടുകളും മാറ്റി സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുത്ത് സമുദായത്തെ അമ്മാനമാടുന്ന ചിലർ. ഇതിനിടയിൽ തെക്കുംഭാഗ സമുദായ ചരിത്രവും പാരമ്പര്യവും ആചാരങ്ങളും തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് ചരിത്രരേഖകളും ലേഖനങ്ങളും എഴുതി തയ്യാറാക്കി പരസ്യ പ്രഖ്യാപനം ചെയ്യുന്ന ക്നാനായേതര സഭകളും വ്യക്തികളും, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ വാക്പോരും സമുദായങ്ങളുടെ തന്നെ കിടമത്സരവും വ്യക്തിവൈരാഗ്യവും വികാരവിക്ഷോഭങ്ങളും വിശ്വാസവഞ്ചനയും കൂടാതെ ഏകീകൃതമായ ഒരു നേതൃത്വത്തിൻ്റെ അഭാവവും ഇവയിലൊക്കെ പെട്ട് ഉടഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ക്നാനായ സമുദായം. നമ്മുടെ പൂർവികർ സംരക്ഷിച്ചു പോന്ന തെക്കുംഭാഗർ എന്നറിയപ്പെടുന്ന ക്നാനായ സമുദായം ജന്മവും കർമ്മവും പാലിച്ച് അതേപടി നിൽക്കണമെങ്കിൽ തെറ്റും അധാർമികതയും കണ്ടാൽ സത്യമറിഞ്ഞ് ധാർമ്മികതയിൽ ഉറച്ച് ശക്തമായി ഒറ്റക്കെട്ടായി യാഥാർത്ഥബോധത്തോടുകൂടി സമുദായ സ്നേഹികളായ ക്നാനായക്കാർ പ്രവർത്തിക്കണം, മുന്നോട്ട് പോകണം. താങ്ക് യു.